ശ്രീ വസന്ത്, നമ്മുടെ കയ്യിൽ ഇനി ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് പെൻഷനും മറ്റത്തൂരും പറഞ്ഞ ആ സമയം കളയരുത്. എനിക്ക് താങ്കളോടുള്ള ചോദ്യം, ഇപ്പോൾ ആദ്യം രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഒരു CJP ആരോപണം ഉന്നയിച്ചു. അത് കഴിഞ്ഞ് 10 മണ്ഡലങ്ങളിൽ CPM BJP ബാന്ധവം കോൺഗ്രസ് UDF ഉന്നയിച്ചു. അപ്പോൾ ആരൊക്കെയായി നിങ്ങൾക്ക് ഈ CPM-ന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. വികസനം ചർച്ച ചെയ്യേണ്ട, അതുകൊണ്ട് ഈ ഡീലും ബാന്ധവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തുറന്നു പറയാം. അതിന് ഉത്തരം പറയാം, മറ്റേതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. കാര്യം എന്താണെന്ന് അറിയോ, അങ്ങ് എനിക്ക് 3 മിനിറ്റ് ചർച്ച തന്നത്. ഇത് മുഴുവൻ അപ്ലോഡ് ചെയ്ത ശേഷം അങ്ങ് എടുത്തു നോക്കണം. 3 മിനിറ്റ്. എന്നിട്ട് ഞാൻ 2 തവണ ഇടപെട്ടത് എന്തുകൊണ്ടാണെന്ന് ജനത്തിന് മനസ്സിലാവണം. ഒന്ന് മറ്റത്തൂരിൽ ഇന്ന് BJP-യെ സപ്പോർട്ട് ചെയ്തവർ കോൺഗ്രസ്സുകാരാണോ എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നുണ പറയുമ്പോൾ ഇടപെടും. രണ്ടാമത്തത് പെൻഷനാണ്. പെൻഷനുമായി ബന്ധപ്പെട്ട് നിയമസഭാ രേഖകളടക്കം അത് തള്ളിക്കളഞ്ഞ് ഒരുപാട് ചർച്ചകളിൽ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. വീണ്ടും നുണ പറയും. അപ്പൊ ആ ഗീബൽസിൻ തന്ത്രം ശരിയല്ല. ആ ഗീബൽസിൻ തന്ത്രം കയ്യിൽ വെച്ചാൽ മതി. കയ്യില് BJP-യുമായിട്ട് മാത്രമല്ല, SDP-ആയിട്ട് മാത്രമല്ല, ആരെയൊക്കെ കൂട്ടാമോ അവരുമൊക്കെയായി ചേർന്ന് ഭരണം പിടിക്കുക. അവിയൽ മുന്നണി ഉണ്ടാക്കുന്നതാണ് ഇവരുടെ പരിപാടി. ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ജനാധിപത്യ യുവജന സമൂഹത്തിന്റെ നേതാവ് പറയാ, ബാക്കിയുള്ള പ്രതിനിധികളുടെ മൈക്ക് ഓഫ് ചെയ്തൊക്കെ എന്ത് എന്ത് ജനാധിപത്യമുള്ളത്? ഇയാളുടെ സംഘടനയുടെ പേരെന്താ? ജനാധിപത്യ യുവജന ഫെഡറേഷൻ. എന്ത് ജനാധിപത്യം പോകുന്നു ഇയാൾക്കുള്ളത്? ആരാണ്? പിന്നെ ആരൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളെല്ലാം വസീഫിന്റെ ഇലക്ഷൻ പ്രസംഗം കേൾക്കാനല്ല. വസീഫിന്റെ ഇലക്ഷൻ പ്രസംഗം വസീഫിന്റെ ഫേസ്ബുക്കിലുണ്ട്. ആവശ്യമുള്ളവർ അവിടെ കേട്ടോളൂ. വസീഫ് അങ്ങ് ചോദിച്ച ചോദ്യത്തിന് കൈമാറിപ്പോയി. എത്രയോ സമയം പോയി. അങ്ങൊന്നും ഇടപെട്ടില്ലല്ലോ. ഇപ്പൊ എന്റെ അവസരത്തിൽ അവസാനത്തെ അയാൾ ഇടപെടുക. എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. അവരെയൊക്കെ കൂട്ടി മറ്റൊരു ലക്ഷ്യം വസീഫിനില്ല, മറ്റൊരു ലക്ഷ്യം CPM-നുമില്ല. എന്താ ലക്ഷ്യം? പറയല്ലേ, നാണമില്ലാതെ നുണ പറയല്ലേ? അത് അവർ കോൺഗ്രസിന് വെളിയിലാണ്. നിങ്ങളുടെ അഭിമന്യു ഉണ്ടല്ലോ, അഭിമന്യുവിന്റെ കൊലപാതക കേസിലെ പ്രതിയുടെ നാട്ടിൽ നിങ്ങൾ SDP-യുമായി ചേർന്ന് അവരിന്ന് CPM-ഇല്ല. അങ്ങി പറഞ്ഞ മറ്റത്തൂരിലോ, മറ്റത്തൂരിൽ അങ്ങനെ പോയി ഒരാളും കോൺഗ്രസിൽ നിന്നില്ല. അതാണ് വ്യത്യാസം. മനസ്സിലാക്കിയാൽ മതി. അഭിമന്യുവിന്റെ കൊലക്കേസ് പ്രതികളുമായി ചേർന്ന് ആ കൊലക്കേസ് പ്രതിയുടെ നാട്ടിൽ നിങ്ങൾ മരണം പിടിപ്പിച്ചു. എന്നിട്ട് ഉറപ്പില്ലാതെ സംസാരിച്ചിട്ട് കാര്യമില്ല. അങ്ങേക്ക് ജാള്യത ഉണ്ടാവും. അത് മറച്ചു വെക്കാൻ വേണ്ടി അങ്ങ് ശബ്ദം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഞാൻ അങ്ങയുടെ അവസരത്തിൽ ഇടപെട്ടത് അങ്ങ് കല്ല് വെച്ചതുകൊണ്ടാണ്. അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ്. അത് ഇനിയും ഇടപെടുക. പക്ഷെ ഞാൻ കാര്യം പറഞ്ഞു വരുമ്പോ അങ്ങ് ഇടപെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ ചർച്ച കാണുന്നവർക്കറിയാം. അങ്ങും ഞാനൊക്കെ യുവജന രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നവരല്ലേ. ഒരു മര്യാദ ചർച്ചയിൽ മര്യാദ വേണ്ടേ? ഒരു മിനിമം കോഡ് ഓഫ് ഡെക്കറം അത് പാലിക്കണ്ടേ? അതുപോലും പാലിക്കാതെ സാധാ സൈബർ കമ്മ്യൂണിസ്റ്റ് ലെവലിലേക്ക് വസീഫിനെ പോലെ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് താഴ്ന്നു പോയെങ്കിൽ നാണക്കേട്. അതിനപ്പുറത്ത് ഒന്നുമില്ല. നാണക്കേട്. ഒരു മര്യാദ വേണ്ടേ? നുണയുടെ അഞ്ചെട്ട് കളി, 5 കളിയാണ് ഈ ചർച്ചയിൽ നുണയുടെ കല്ല് വെച്ച നുണ. നിങ്ങൾ മറ്റേ വയനാട് തുരങ്കപാത പൊട്ടിക്കാൻ പോകുന്നുണ്ടല്ലോ, അവിടെ സ്ഫോടക വസ്തുക്കളൊന്നും ഉപയോഗിക്കണ്ട. വസീഫ് അവിടെ പോയി 2 നുണ പറഞ്ഞാൽ മതി. ആ കല്ല് പൊട്ടിപ്പോവും. അമ്മാതിരി നുണയല്ല പറഞ്ഞത്. ഞാൻ തോറ്റു.